ഈ ഹാൻഡ വൈറസ് നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് പോലെ ഒരു ഭീഷണി ഉണ്ടാക്കും എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയില്ല. കാരണം ഇത് നേരത്തെ ഉള്ളൊരു വൈറസാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നം മറ്റൊരു തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് പഠിക്കേണ്ടതാണ്. ഒന്ന്, ഹാൻഡ വൈറസ് പണ്ട് മുതലേ ഉണ്ട്. ഒരുപക്ഷെ ഇതുപോലെ ആളുകളെ വ്യാപകമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള അണുബാധകൾ ശ്രദ്ധ നേടുന്നത് അത് യൂറോപ്യൻസിനെയും അമേരിക്കൻസിനെയും ഒക്കെ ബാധിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ഇതിനകത്തുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, 1993 ഇതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. അമേരിക്കൻ ഐക്യനാടുകളിൽ ഈ രോഗം ഇതുപോലെ ഹാൻഡ തന്നെ പലതരം വൈറസുകളുണ്ട്. ഒരു വൈറസ് മാത്രമല്ല ഹാൻഡ എന്ന് പറയുന്നത്. ഹാൻഡ ഒരു വൈറസിൻ്റെ ഗ്രൂപ്പിന് പറയുന്ന പേരാണ്. അപ്പോൾ അതിൽ ഒരു പ്രത്യേകതരം വൈറസ് അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു പ്രദേശത്ത് വ്യാപകമായിട്ട് ബാധിക്കുകയും ഒരുപാട് ആളുകളെ കൊന്നൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം 1993 ഉണ്ടായി. അന്ന് ആ വൈറസ് ഏതാണ് എന്ന് കണ്ടെത്തുകയും അതൊരു ഹാൻഡ വൈറസിൻ്റെ ഒരു വകഭേദമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ വൈറസ് ഇപ്പോൾ അറിയപ്പെടുന്നത് സിൻനോംബ്രെ വൈറസ് എന്നാണ്. സിൻനോംബ്രെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പേരില്ലാത്തത് എന്നാണ്. അപ്പോൾ കാരണം ഈ ഹാൻഡ എന്നുള്ള വൈറസിൻ്റെ പേര് തന്നെ വന്നിട്ടുള്ളത്, ഈ വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ദക്ഷിണ കൊറിയയിലെ ഹാൻഡാൻ എന്ന് പറയുന്ന നദിയുടെ കരയിൽ ജീവിക്കുന്ന മൂഷിക വർഗത്തിലുള്ള ജീവികളിൽ നിന്നും ഒരു ഡോക്ടർ ഹോ വാൻ ലീ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് 1976. അപ്പോൾ പല വൈറസുകളും നമ്മൾ നോക്കുമ്പോൾ ഈ വൈറസുകളെയൊക്കെ ചില സ്ഥലനാമങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ സിക്ക വൈറസ് സിക്ക കാടുകളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ നിപ്പ വൈറസ് എന്ന് പറയുന്നത് മലേഷ്യയിലുള്ളൊരു സ്ഥലമാണ് നിപ്പ. അപ്പോൾ പലപ്പോഴും സ്ഥലങ്ങളുടെ പേരിൽ വൈറസുകൾ അറിയപ്പെടുന്നു. ഇപ്പോൾ സ്പാനിഷ് ഫ്ലൂ എന്ന് നമ്മൾ പറയുന്ന രോഗം തന്നെ സ്പെയിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് പേരിടാം എന്ന് ചിന്തിച്ചപ്പോൾ എന്നാൽ ഒരു പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് സിൻനോംബ്രെ വൈറസ്. അപ്പോൾ ഇതുപോലുള്ളൊരു വൈറസാണ്. ഇപ്പോൾ ആ ഹാൻഡയുടെ തന്നെ വിഭാഗത്തിൽപ്പെടുന്ന ആൻറ്റീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന വൈറസാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ആൻറ്റീസ് എന്ന് പറഞ്ഞ വൈറസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള ചില പ്രവണതകൾ കാണിക്കുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കോവിഡ് പോലെ വ്യാപകമായിട്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത ഇല്ല. പക്ഷെ എങ്കിൽ പോലും പൊതുവിൽ ഈ പറയുന്ന റോഡൻസിൽ നിന്നും മൂഷിക വർഗത്തിൽപ്പെടുന്ന ജീവികളിൽ നിന്നും മനുഷ്യനിലേക്ക് വരുന്നത്, പ്രത്യേകിച്ചും ഈ എലികളുടെ മൂത്രം, കാഷ്ടം ഇതൊക്കെ ഉണങ്ങിയതിന് ശേഷം അത് എയറോസലൈസ്ഡ് ആയിട്ട്, അതായത് ഇപ്പം എലിയുടെ കാഷ്ടം കിടക്കുന്ന ഒരു സ്ഥലത്ത് വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. നമ്മൾ അവിടെ പോയി തൂക്കുകയാണെങ്കിൽ ആ കാഷ്ടം ഇങ്ങനെ പൊടിയായിട്ട് മുകളിലേക്ക് പടരുകയും നമ്മുടെ മൂക്കിലൂടെ അകത്ത് വരികയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നേരിട്ടൊരു മൃഗത്തിൽ നിന്ന് അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ഒരു വിസർജ്യത്തിൽ നിന്നും മനുഷ്യന് രോഗം കിട്ടിക്കൊണ്ടിരിക്കുകയും ആ മനുഷ്യനിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരു മനുഷ്യനിലേക്ക് അങ്ങനെ പകരില്ല. ഇതേ രീതിയിൽ തന്നെ പകരാം. ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗം ഉണ്ടാകാം. 1950കളിൽ കൊറിയൻ വാറിൻ്റെ സമയത്ത് ഏതാണ്ട് ഒരു 3000-ഓളം അമേരിക്കൻ പട്ടാളക്കാർ ഇത്തരത്തിൽ പേരറിയാത്ത, അന്ന് ഈ വൈറസിനെ കണ്ടെത്തിയിട്ടില്ല, പേരറിയാത്ത ഒരു വൈറസ് ബാധ കൊണ്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഹാൻഡയാണെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ബാധിക്കുന്നത് എപ്പോഴും ഈ എലിയുടെ കാഷ്ടത്തിൽ നിന്ന് ഓരോ മനുഷ്യർക്കും പ്രത്യേകമായിട്ടാണ് രോഗം വരിക. ഒരു മനുഷ്യരിൽ നിന്ന് മറ്റൊരു മനുഷ്യരിലേക്ക് രോഗം പകരുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യരിൽ നിന്നും മറ്റൊരു മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയില്ലാത്ത ഒരു രോഗത്തിന് കോവിഡ് പോലുള്ള മഹാമാരിയാകാനായിട്ട് കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഹാൻഡയ്ക്ക് ഒരു മഹാമാരിയാകാൻ കഴിയില്ല. പക്ഷെ ഹാൻഡയുടെ തന്നെ വൈറസിൻ്റെ ഈ ഒരു വകഭേദം ആൻറ്റീസ് എന്ന് പറഞ്ഞ വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന പ്രവണത കാണിക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ അണുബാധയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. എന്ന് വെച്ചിട്ട് കോവിഡ് പോലെ വളരെ വ്യാപകമായിട്ട് ഇത് പടരുന്നില്ല. ഇതിൻ്റെ ഒരു വൈറീമിക് പീരീഡ്, അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ളത് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും, വളരെ വ്യാപകമായിട്ട് കോവിഡ് പോലെ വായുവിലൂടെ പകരാൻ സാധ്യതയില്ല. മറിച്ച് ഈ പറയുന്ന എയറോസൊളേഷൻ, ഒരു മനുഷ്യന് രോഗം വന്നാൽ പോലും അയാളെ വളരെ അടുത്ത് നിന്ന് പരിചരിക്കുന്ന ആളുകൾക്കോ വളരെ അടുത്ത് സമ്പർക്കം പുലർത്തുന്ന ആളുകൾക്കോ മാത്രമേ രോഗം കിട്ടുകയുള്ളൂ എന്നുള്ളതും, കോവിഡ് പോലെ വൈറസിൻ്റെ വകഭേദം, ഇത്ര മ്യൂട്ടേഷൻ നമ്മൾ പറയുന്ന ജനിതക വകഭേദങ്ങൾ വളരെ വേഗത്തിൽ വരാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് എന്നേ പറയാൻ കഴിയുള്ളൂ. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഹാൻഡ വൈറസും ഒരു RNA വൈറസാണ്. കോവിഡ് പോലെ തന്നെ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. കോവിഡ് ഒരു പോസിറ്റീവ് സെൻസ് RNAയും ഇതൊരു നെഗറ്റീവ് സെൻസ് RNAയാണ്. നമ്മുടെ നിപ്പയൊക്കെ നെഗറ്റീവ് സെൻസ് RNAയാണ്. പോസിറ്റീവ് സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസ് മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് മറ്റു വൈറസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. നെഗറ്റീവ് സെൻസ് ആണെങ്കിൽ അതിനൊരു അല്പം പ്രോസസ്സിൻ്റെ അത് പോസിറ്റീവ് സെൻസായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ, അത്തരത്തിലുള്ള ചില വൈറോളജിക്കലായിട്ടുള്ള ചില പ്രത്യേകതകൾ ഉണ്ട്. പക്ഷേ അത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വളരെ കൂടുതലായിട്ട് വ്യാപിച്ച ലോകത്തിനെ മുഴുവൻ കീഴടക്കാനുള്ള സാധ്യതയൊന്നും ഹാൻഡ വൈറസിനില്ല. അതേസമയം തന്നെ
ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഹാൻഡ വൈറസ് വകഭേദങ്ങൾ അല്ലെ ഹാൻഡ വൈറസ് അണുബാധകൾ വർദ്ധിച്ചു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1993 1992-93 വർഷങ്ങൾ ഒരു എൽനിനോ ഇയർ ആയിരുന്നു. അവിടെ അമേരിക്കയിൽ വളരെ വലിയ ഒരു വരൾച്ച ഉണ്ടായി. വരൾച്ചയ്ക്ക് ശേഷം മഴ പെയ്തപ്പോൾ ഒരുപാട് ധാന്യവർഗ്ഗങ്ങൾ ഉണ്ടാവുകയും ധാന്യം കുമിഞ്ഞുകൂടുകയും ഭക്ഷണം വളരെ കൂടുതലായിട്ട് പൊതുവിലുണ്ടാകുന്നതിനേക്കാൾ ഭക്ഷണം വളരെ കൂടുതലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതവിടെയുള്ള എലികളുടെ വർധനവിന് ഏതാണ്ട് അവിടെയുള്ള ഈ റോഡൻ പോപ്പുലേഷൻ ഏതാണ്ട് ഒരു 10 ഇരട്ടിയോളമെങ്കിലും വർദ്ധിച്ചിട്ടുണ്ടാകാം എന്നാണ് കരുതപ്പെടുന്നത്. ആ സമയത്താണ് ഈ രോഗം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ആൾക്കാർ ഇത് പ്ലേഗ് ബാധയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഈ പറഞ്ഞൊരു അപ്പോൾ അത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഈ റോഡൻസിൻ്റെ ഒരു പ്രത്യേകത ഭക്ഷണം കുറഞ്ഞാലും ഭക്ഷണം കൂടിയാലും റോഡൻസിൻ്റെ ശല്യം കൂടും എന്നുള്ളതാണ്. ഭക്ഷണം കൂടിക്കഴിഞ്ഞാൽ വ്യാപകമായിട്ട് ആളുകൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യുകയും വലിച്ചെറിയുകയും അങ്ങനെ റോഡൻസിൻ്റെ എലിവർഗത്തിലുള്ള ജീവികളുടെ എണ്ണം വളരെയധികം കൂടുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലൊക്കെ ആളുകൾ ഭക്ഷണം വലിച്ചെറിയുമ്പോൾ എലിശല്യം കൂടും. ഈ അടുത്ത കാലത്ത് നമ്മൾ പാമ്പിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞത് ഒരു കാരണം വെച്ചാലും ഭക്ഷണം വലിച്ചെറിയരുതെന്നുള്ളതാണ്. കാരണം ഭക്ഷണം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം തിന്നാൻ എലി വരും, എലിയെ തിന്നാൻ പാമ്പ് വരും. അപ്പോൾ ഭക്ഷണം കുറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പണമുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കും. ഇപ്പോൾ ഈ പ്ലേഗിൻ്റെ ഒരു സാഹചര്യത്തിൽ ആളുകൾ പട്ടിണി കിടക്കുന്നതാണ് പ്രശ്നം. ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം മറ്റൊരു കൂട്ടം ആൾക്കാർ കയ്യിൽ പണമുള്ള ആൾക്കാർ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കും. പണ്ടത്തെ കാലത്ത് പത്തായങ്ങളിലൊക്കെ ധാന്യങ്ങൾ സംഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എലി വരും. അപ്പോൾ അതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എലിശല്യം കൂടുകയും അതുപോലെ ഈ പറഞ്ഞ രോഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട് എന്നുള്ളതിനപ്പുറം ഹാൻഡ കോവിഡ് പോലെ ഒരു വലിയ മഹാമാരിയായി മാറാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഇല്ല. വൈറസിന് ഒരു വ്യത്യാസം വന്നാൽ ഈ ആൻറ്റീസ് വൈറസിന് ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു പറയാനായിട്ട് കഴിയും. ഹാൻഡ വൈറസ് പൊതുവിൽ ലോകത്ത് 2 തരത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. 2 വിഭാഗം, ഒരുപാട് തരത്തിലുള്ള ഹാൻഡ വൈറസ് ഉണ്ട്. പൊതുവെ നമുക്കതിനെ 2ആയിട്ട് തിരിക്കാം. അതിനെ പഴയകാല ഹാൻഡ വൈറസ് എന്നും പുതിയകാല ഹാൻഡ വൈറസ് എന്നും പറയും. ഓൾഡ് വേൾഡ് ഹാൻഡ വൈറസുകളും ന്യൂ വേൾഡ് ഹാൻഡ വൈറസുകളും. ഓൾഡ് വേൾഡ് എന്ന് വെച്ച് കഴിയുമ്പോൾ ഹാൻഡ വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് 1976-ലാണ്. ആ സമയത്ത് അതിനെപ്പറ്റി നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ കാണിച്ചത് ഏറ്റവും പ്രധാനമായിട്ട് ഹാൻഡ വൈറസ് കാണപ്പെടുന്നത് ഏഷ്യയിലാണ് എന്നുള്ളതാണ്. ഏഷ്യയിൽ തന്നെ സൗത്ത് കൊറിയയിലാണ് ഈ രോഗത്തിനെ ആദ്യം കണ്ടെത്തുന്നത്. കൊറിയ, ജപ്പാൻ, ചൈന തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ വളരെ വ്യാപകമായിട്ട് ഹാൻഡ വൈറസിൻ്റെ സാന്നിധ്യമുണ്ട്. രസകരമായിട്ടുള്ളൊരു കാര്യം, ഇത് ഇന്ത്യയിൽ കാര്യമായിട്ട് ഇതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന്, വെല്ലൂർ നടത്തിയിട്ടുള്ള ചില പഠനങ്ങളിൽ ലെപ്റ്റോസ്പൈറോസിന്, അതായത് എലിപ്പനിക്ക് സമാനമായിട്ടുള്ള രോഗലക്ഷണങ്ങളുള്ള ചില ആളുകൾക്ക് ഹാൻഡ വൈറസ് രോഗബാധയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ ഇരുള ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിൽ നടത്തിയിട്ടുള്ള ചില പഠനങ്ങൾ അവർക്ക് ഹാൻഡ വൈറസിൻ്റെ ആൻറ്റിബോഡികളുടെ സാന്നിധ്യം അവരുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ മൃഗങ്ങളിൽ കുറേ വൈറസുകളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് ഹാൻഡ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. ഇത് സത്യത്തിലൊരു പ്രഹേളികയാണ്. ഇപ്പം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഹാൻഡ വൈറസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല, നമ്മുടെ നാട്ടിൽ മറ്റു പല രോഗങ്ങളെയും കണ്ടെത്താനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളത് കൊണ്ടും ICMR പോലെയുള്ള സ്ഥാപനങ്ങൾ അവർ കണ്ടെത്തിയാൽ മാത്രമേ വൈറസ് നാട്ടിലുള്ളൂ എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ കൊണ്ടാകാം. കാരണം നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ലാബറട്ടറികൾ വളരെ വ്യാപകമായിട്ട് ഹാൻഡ വൈറസ് കണ്ടെത്തുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ എലിപ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, എലിപ്പനി കണ്ടെത്തുന്നതിന് മുമ്പ് ആളുകൾ മരിച്ചു പോകുന്നു എന്നുള്ളതാണ്. മരണമടഞ്ഞതിന് ശേഷം നമുക്ക് ഒരിക്കലും എലിപ്പനിയാണോ, ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് എലിപ്പനിയാണ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മൾ എലിപ്പനിയാണ് എന്ന് പറയുന്നതിൽ നല്ലൊരു ശതമാനം ഹാൻഡ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട്, ഏഷ്യയിലൊക്കെ വളരെ വ്യാപകമായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ് ഹാൻഡ വൈറസ്. അതിൽ തന്നെ ഈ പഴയ ഏഷ്യയിലും പിന്നെ കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ പണ്ട് കാലത്ത് കാണപ്പെട്ടിരുന്ന ഹാൻഡ വൈറസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, അത് ഡെങ്കിപ്പനിക്ക് സമാനമായിട്ട് അല്ലെങ്കിൽ എലിപ്പനിക്ക് സമാനമായിട്ട് ഒരു ഹെമറാജിക് ഫീവർ, അതായത് രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ഈ പറയുന്ന ശരീര ദ്വാരങ്ങളിലൂടെ രക്തം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കുകയും ചെയ്യും. അപ്പം എലിപ്പനിയുമായിട്ട് വളരെ സാമ്യമുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ട് എലിപ്പനിയാണോ ഹാൻഡയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അത്രത്തോളം എലിപ്പനിയുടെ ലക്ഷണങ്ങളുമായിട്ട് സാമ്യമുള്ള ഒന്നാണ് ഹാൻഡ വൈറസ് നമ്മുടെ നാട്ടിൽ കാണപ്പെട്ടിരുന്നത്. ഈ രോഗത്തിന് പൊതുവെ പറയുന്ന പേര് ഹെമറാജിക് ഫീവർ വിത്ത് റീനൽ സിൻഡ്രോം എന്നാണ് പറയുക. ഹാൻഡയുടെ ഒരു വകഭേദമാണ്. ഇതിലൊരു മരണനിരക്ക് ഏതാണ്ട് ഒരു 10% അല്ലെങ്കിൽ അതിൽ താഴെയോ ആണ്. പക്ഷേ 1993 കഥ, 1993 ആയപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിൽ ഈ രോഗം വ്യാപകമായിട്ട് കണ്ടെത്തി. അതോടൊപ്പം തന്നെ സൗത്ത് അമേരിക്കയിൽ
ഇപ്പം തന്നെ ഈ കപ്പൽ യാത്ര ആരംഭിക്കുന്നത് സൗത്ത് അമേരിക്കയിലെ അർജന്റീനയിൽ നിന്നാണ്. അർജന്റീനയിലൊക്കെ ആൻഡീസ് എന്നൊക്കെ പറഞ്ഞ വൈറസിനെ കണ്ടെത്തി. ഈ പറഞ്ഞ അമേരിക്കൻ ഐക്യനാടുകളിൽ സിൻനോംബ്രെ വൈറസിനെ കണ്ടെത്തി. ഇതെല്ലാം ഹാണ്ടയുടെ വകഭേദങ്ങളാണ്. ഇത് വേറൊരു രീതിയിലുള്ള ഒരു ക്ലിനിക്കൽ പിക്ചറാണ് കാണിക്കുന്നത്. ന്യൂമോണിയയ്ക്ക് സമാനമായിട്ടുള്ള, അതോടൊപ്പം തന്നെ ഹൃദയത്തിനെയും ബാധിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഹാണ്ട വൈറസിൻ്റെ വകഭേദമാണ് അവിടെ കാണുന്നത്. നമ്മളതിനെ ഹാണ്ട കാർഡിയോ പൾമണറി സിൻഡ്രോം എന്നാണ് പറയുക. അതിൻ്റെ മരണനിരക്ക് ഒരു 40% ചിലപ്പോൾ അതിന് മുകളിലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഹാണ്ടയുടെ മരണനിരക്ക് നിങ്ങളുടെ ഹൃദയത്തിനെയും ശ്വാസകോശത്തിനെയൊക്കെയാണ് ബാധിക്കുന്നതെങ്കിൽ വളരെ മരണനിരക്ക് കൂടുതലും, വൃക്കകളെ ബാധിക്കുന്ന ഹാണ്ട വൈറസിൽ മരണനിരക്ക് താരതമ്യേന കുറവുമാണ്. എങ്കിൽ പോലും പകർച്ചവ്യാധികളുടെ മരണനിരക്കുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഹാണ്ട വൈറസ് വളരെയധികം മരണനിരക്കുള്ള ഒരു രോഗമാണ്. എലിപ്പനിയുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്, പക്ഷേ എലിപ്പനിയേക്കാൾ മരണനിരക്ക് കൂടിയ ഒരു രോഗമാണ് ഹാണ്ട. എലിപ്പനിയെ നമുക്ക് ആൻറ്റിബയോട്ടിക് ചികിത്സ കൊടുക്കാനായിട്ട് കഴിയും. ആൻറ്റിബയോട്ടിക് പ്രതിരോധമുണ്ട്, ഡോക്സിസൈക്ലിൻ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാനായിട്ട് കഴിയും. ഹാണ്ടയെ നമുക്ക് അത്തരത്തിലൊന്നും തന്നെ പ്രതിരോധിക്കാനായിട്ട് കഴിയില്ല. ഇപ്പം നിലവിൽ വാക്സിനുകളില്ല, പക്ഷേ തീർച്ചയായിട്ടും യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഈ രോഗബാധയുടെ ഭാഗമാകുന്നതനുസരിച്ച് വാക്സിൻ ഉടൻ തന്നെ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. ഈ രോഗം നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വരുന്ന സൗത്ത് കൊറിയയിൽ അവിടെ തന്നെ ലോക്കലി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വാക്സിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലോകവ്യാപകമായിട്ട് ഹാണ്ടയ്ക്കെതിരെ നിലവിലൊരു വാക്സിൻ ഇല്ല. പക്ഷെ തീർച്ചയായിട്ടും അടുത്ത സമീപകാലത്ത് തന്നെ നമുക്ക് വാക്സിൻ ലഭിക്കാനാണ് സാധ്യത. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ എലികളിൽ നിന്നും ആണ് രോഗം വരിക. എയ്റോസൊലേഷനിലൂടെ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എലി മൂത്രം, നമ്മൾ എലിപ്പനിയുടെ കാര്യത്തിൽ പറയുന്ന എലിയുടെ മൂത്രം കലർന്ന വെള്ളം നമ്മുടെ സ്കിന്നുമായിട്ട്, മുറിഞ്ഞ ഭാഗമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത് പോലെയുള്ള അപൂർവ സാധ്യതകളിലൂടെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ എലികളിൽ കാര്യമായിട്ട് ഹാണ്ട വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുറിയിൽ എലി കാഷ്ടിച്ചത് തൂക്കാൻ പോയാൽ പോലും നമുക്ക് രോഗം കിട്ടാം. പലപ്പോഴും ഈ കപ്പലുകളിലൊക്കെ വരുന്ന ക്യാനുകൾ, നമ്മളിപ്പോൾ കൊക്കക്കോളയൊക്കെ ആളുകൾ കുടിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ക്യാൻ ചിലപ്പോൾ നമ്മൾ പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിച്ചിട്ടൊക്കെ ആയിരിക്കും കുടിക്കുക. അത്തരത്തിലുള്ള സാധ്യതകൾ പോലും ഒരുപക്ഷെ ഹാണ്ടയിലേക്കൊക്കെ നയിക്കാം. അപ്പം വ്യക്തിശുചിത്വ ശീലങ്ങൾ, പ്രത്യേകിച്ചും ഈ പറഞ്ഞ മുറി വൃത്തിയാക്കുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു മാലിന്യം കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ തൂക്കുകയല്ല വേണ്ടത്. ആ ഭാഗം അത് എയ്റോസൊലേഷൻ ഉണ്ടാകാതെ, ഇപ്പോൾ തൂക്കുമ്പോൾ ഈ പറഞ്ഞ മർദ്ദം വളരെ കുറച്ച് തൂക്കുന്നതിന് പകരം ഒരു ഭാഗത്തേക്ക് വലിക്കുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എലികാഷ്ടമുള്ള ഒരു സ്ഥലം ചെന്ന് അടിച്ചു വാരാൻ പോയി കഴിഞ്ഞാൽ പോലും ഒരുപക്ഷെ ഹാണ്ട വൈറസ് രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എലി മൂത്രമോ എലി കാഷ്ടമോ വീണിരിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക് കടിക്കുകയോ ഒക്കെ ചെയ്താലും അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് റോഡൻസ് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാണ്ട വൈറസ് ബാധ വളരെ വ്യാപകമായിട്ട് ഉണ്ടാകാം. എൻ്റെ ഒരു നിരീക്ഷണം, കേരളത്തിൽ നമ്മളിപ്പോൾ എലിപ്പനി എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അൺഡയഗ്നോസ്ഡ് ലെപ്റ്റോസ്പൈറോസിസിൽ നല്ലൊരു ശതമാനം ഹാണ്ടയാണ് ഇപ്പോൾ തന്നെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ വ്യാപകമായിട്ട് നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾ ഈ രോഗത്തിനെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചാൽ കൂടുതൽ രോഗം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കണ്ടെത്താനാണ് സാധ്യത. ചികിത്സ, ആൻറ്റി വൈറൽ മരുന്നുകൾ നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കും. നേരത്തെ നിപ്പയുടെ ഒരു സാഹചര്യത്തിൽ നമ്മൾ റിബാവറിൻ എന്ന് പറഞ്ഞൊരു മരുന്ന് നിപ്പയ്ക്ക് കൊടുക്കുമായിരുന്നു. അതേ മരുന്ന് തന്നെയാണ് ഹാണ്ടയിലും കൊടുക്കുക. അപ്പോൾ അതിന് വളരെ വലിയൊരു ചികിത്സ, വൈറോളജിക്കൽ ചികിത്സ നമുക്ക് അത്ര ലഭ്യമല്ല. ഈ റിബാവറിൻ തന്നെ എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ളതൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിവൈറൽ, അതായത് ഒരുപാട് വൈറസുകളെ നശിപ്പിക്കാൻ കഴിയുള്ള ഒരു മരുന്ന് എന്നുള്ള നിലയിലാണ് റിബാവറിൻ കൊടുക്കുന്നത്. അത്രത്തോളം മരുന്നുകൾ അത്രത്തോളം ഇല്ല. പുതിയ മരുന്നുകൾ നമുക്ക് പരീക്ഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഹാണ്ട വൈറസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിലുള്ളത് ഈ കപ്പലിലുണ്ടായിട്ടുള്ള ഹാണ്ട വൈറസ് ബാധയാണ്. ഏതാണ്ട് 3 പേര് മരണപ്പെട്ടു. 5 പേരിൽ കൂടുതൽ, 5 പേരെങ്കിലും കൺഫേംഡ് ആണ്. 8ഓളം ആളുകളെ നമ്മൾ സംശയിക്കുന്നുണ്ട്. ഇനിയും രോഗികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കപ്പലിലുണ്ടായിട്ടുള്ള ഹാണ്ട വൈറസ് ബാധ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ കപ്പൽ പുറപ്പെടുന്നത് ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് ആദ്യത്തെ രോഗിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. അതായത് ഒരു 5 ദിവസം, കപ്പൽ പുറപ്പെട്ട 5 ദിവസത്തിന് ഉള്ളിൽ തന്നെ ആദ്യത്തെ രോഗിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായി. അതിൻ്റെ അർത്ഥം ഈ രോഗിക്ക് രോഗം കിട്ടിയിട്ടുള്ളത് കപ്പലിൽ നിന്നല്ല എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഏതാണ്ട് ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഇൻക്യുബേഷൻ പീരീഡിലുള്ള ഒരു രോഗമാണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ രോഗാണു ശരീരത്തിൽ കടന്ന് രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ എടുക്കുന്ന സമയം. 2 ആഴ്ച എന്നെടുത്താൽ പോലും 5 ദിവസം കൊണ്ട് ഈ രോഗലക്ഷണം പ്രകടമാവില്ല. അതായത് ഇദ്ദേഹം കപ്പലിൽ കടക്കുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും ഇദ്ദേഹത്തിന് രോഗം ലഭിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അർജന്റീനയാണ് സ്ഥലം. അതുകൊണ്ട് തന്നെ അർജന്റീനയിൽ നിന്നും ഈ ആൻഡീസ് എന്ന് പറഞ്ഞ ഹാണ്ട വൈറസ് വ്യാപകമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കപ്പലിൽ നിന്ന് ഈ രോഗം കിട്ടിയതല്ല, മറിച്ച് ഈ രോഗം വെളിയിൽ നിന്നും
രോഗവുമായിട്ട് കപ്പലിൽ ഒരാൾ കടന്നതാണ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷേ അതുകൊണ്ട് ഇതിൻ്റെ അപകടത്തിൻ്റെ സ്വഭാവം കുറയുന്നില്ല, ഒരുപക്ഷെ കൂടുകയായിരിക്കും. കാരണം ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ആ കപ്പലിൽ എലിശല്യമൊക്കെ വളരെ കൂടുതലാണ്. അപ്പം ഈ എലിയിൽ നിന്നും മനുഷ്യനിലേക്ക് ഈ 5 പേരിലേക്കോ അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ആളുകളിലേക്ക് കപ്പലിൽ നിന്ന് കിട്ടിയതാണ് ഈ രോഗം എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് നമുക്ക് ആശ്വാസമാണ്. കാരണം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകർന്നു എന്ന് വിചാരിക്കാൻ തരമില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഒരാൾ രോഗവുമായി കപ്പലിലേക്ക് കടക്കുകയും അവിടെ വെച്ച് അയാൾക്ക് രോഗം വരികയും ചെയ്തു, അല്ല രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് നമുക്ക് പറയാം ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കാണ് പകരുന്നത്, അല്ലാതെ കപ്പലിലുള്ള എലിയിൽ നിന്ന് കിട്ടിയതല്ല. അത് ലോകത്തിൻ്റെ മുന്നിൽ വളരെ കൃത്യമായിട്ട് ഇപ്പം നമുക്ക് ഇതുവരെ ഹാൻഡ വൈറസ്, പ്രത്യേകിച്ച് ആൻറ്റീസ് വകഭേദം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പരക്കാനുള്ള സാധ്യത മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ളൊരു തെളിവാണ്. ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരുന്നതിൻ്റെ, ഹാൻഡ വൈറസ് പകരുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു തെളിവാണ്. പക്ഷേ കപ്പലിലുണ്ടാകുന്ന അണുബാധ, കപ്പലിലാകുമ്പോൾ ആളുകൾ വളരെ ചെറിയൊരു ഇടമാണ്, അതുകൊണ്ട് തന്നെ ആളുകൾ വ്യാപകമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കപ്പലിന് പുറത്ത് ഇതുപോലെ രോഗവ്യാപനം നടക്കും എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഹാൻഡ വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാം, പ്രത്യേകിച്ചും അതിൻ്റെ ചില വകഭേദങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഹാൻഡ വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വേഗത്തിൽ പകരാത്തതിൻ്റെ, അല്ലെങ്കിൽ അതൊരു പാൻഡമിക് ആയിട്ടോ വളരെ വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല എന്ന് വിചാരിക്കാനുള്ള ഒരു കാരണം, ഈ വൈറസ് റോഡൻസുമായിട്ട് വളരെയധികം അവയുടെ അതിജീവന ശേഷി, അതായത് ഈ മൂഷിക വർഗത്തിലുള്ള ജീവികളിൽ വൈറസിൻ്റെ അതിജീവന ശേഷി വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ഈ വൈറസും ഈ എലിയും ഇത്ര ചങ്ങാത്തത്തിലാണെങ്കിൽ എന്തിനാണ് വൈറസ് മറ്റൊരു ചങ്ങാതിയെ തേടി പോകുന്നത്? ഇപ്പോൾ മനുഷ്യനെ ബാധിച്ച് മനുഷ്യൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്ത് മറ്റൊരു മനുഷ്യനിലേക്ക് വ്യാപിക്കാനുള്ള ശേഷി വൈറസിന് വളരെ കുറവും എലികളിൽ വളരെ വ്യാപകമായിട്ട് വർധനവിനുള്ള ശേഷിയുണ്ട് എന്നുള്ളതുമാണ് ഇതിൻ്റെ അതിജീവന സാധ്യതയെ കുറയ്ക്കുന്ന ഒരു ഘടകമായിട്ട് പൊതുവിൽ കരുതപ്പെടുന്നത്. പക്ഷെ ഇവിടെ നോക്കുക, മനുഷ്യരിൽ വളരെ വ്യാപകമായിട്ട് ബാധിക്കാനുള്ള ശേഷി ഈ വൈറസിൻ്റെ ചില വകഭേദങ്ങളിലും ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട ഒരു ഘടകമാണ്.